ഇനിയിപ്പോ ബോസിന്റെ മകനോ മറ്റോ? പേടിക്കണ്ട അങ്കിൾ, ഞാൻ അയാളുടെ ആരുമല്ല. ഇങ്ങോട്ട് വരൂ, എന്റെ അടുത്തേക്ക് വരൂ. നിന്നെ എന്താ പൂട്ടിയിട്ടത്? നീ എങ്ങനെ ഇവിടെ എത്തി? അയാൾ എന്നെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാ അങ്കിൾ. ഞാനൊരു പാവമാ. പാവങ്ങളെയൊക്കെ ദ്രോഹിക്കുന്നതാ അയാളുടെ വിനോദം. എന്നെ തന്നെ നോക്ക്, ദിവസം എത്ര തവണയാ അടി കിട്ടുന്നത്, എത്രയാ വഴക്ക് കേൾക്കുന്നത്. പ്രായമായ ഒരാളാണെന്ന് പോലും നോക്കില്ല. അങ്കിൾ എന്റെ കൂടെ നിന്നാ ആ ഹെൽഡിന് ഞാനൊരു മുട്ടൻ പണി കൊടുക്കാം. നീയോ? എന്റെ കുഞ്ഞെ, മോൻ അയാളുടെ ശക്തിയെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. അയാളെ ഈ ലോകത്തെ ഏറ്റവും ദുഷ്ടനായ ശക്തനാ. മോനെന്നല്ല, ആർക്കും അയാളെ ഒന്നും ചെയ്യാനാവില്ല. അങ്കിൾ എന്നെ വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് സത്യമാണ്. എനിക്ക് അയാളെക്കാൾ ശക്തിയുണ്ട്. എന്നിട്ടാണോ അയാൾ നിന്നെ പിടിച്ചിവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? തല്ല് കിട്ടി തളർന്നിരിക്കുന്ന എന്നെ ചിരിപ്പിക്കരുത്, വയ്യ. വേണ്ട അങ്കിൾ, എന്റെ വാക്ക് വിശ്വസിക്കണ്ട. പക്ഷെ നേരിട്ട് കണ്ട വിശ്വാസം വരുമല്ലോ. അങ്കിൾ എനിക്ക് ചെറിയൊരു ഹെൽപ്പ് മാത്രം ചെയ്തു തന്നാൽ മതി. ശരി, പറയൂ, എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? എന്റെ വാച്ച് അവിടെ കിടക്കുന്നു, അതൊന്ന് എനിക്ക് എടുത്തു തന്നാൽ അയാളെ ഞാൻ ശരിയാക്കും. കഷ്ടം തന്നെ നിന്റെ കാര്യം. ആ കളിവാച്ച് കൊണ്ട് അയാളെ തോൽപ്പിക്കുമെന്നോ? എന്റെ മോനെ, തോക്ക് കൊണ്ട് പറ്റില്ല നീ പറഞ്ഞ കാര്യം. അപ്പോഴാ വാച്ച്. അങ്കിൾ പ്ലീസ്, സമയം പോകുന്നു. ആ ഹെൽഡൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്റെ വാച്ച് എടുത്തു തരൂ പ്ലീസ്. ശരി, എടുത്തു തരാം. പക്ഷേ നിന്റെ വീരവാദം ഒന്നും വിശ്വസിച്ചിട്ടല്ല. നീ ജയിലിൽ കിടന്ന് ആ വാച്ച് കൊണ്ട് കളിച്ച് സമയം പോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. താൻ ഇനിയും പോയില്ലേ? അയ്യോ ബോസ്, ഇറങ്ങിപ്പോടോ കിഴവാ. തന്നോട് ആര് പറഞ്ഞു അവന്റെ അടുത്ത് പോവാൻ? എടോ, ഇറങ്ങി പോവാൻ. എല്ലാം നശിപ്പിച്ചിട്ട് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നു. വെറുതെ എന്തിനാ ആ പാവത്തിനെ വഴക്കു പറയുന്നത്? നിന്റെ കാര്യം തീരുമാനമായി ഹെൽഡൻ. നീ എന്താ പറഞ്ഞത്? നീ ഇപ്പോഴും എന്റെ ലോക്കിലാണെന്ന് മറന്നുപോയോ സെയിം? ഓഹോ, താൻ എന്നെ ലോക്ക് ചെയ്തതായിരുന്നോ ഹെൽഡൻ? ഞാൻ വിചാരിച്ചു എന്നെ റെസ്റ്റ് എടുക്കാൻ വിട്ടതാണെന്ന്. ഞാൻ കരുതിയതിനേക്കാൾ ധൈര്യശാലിയാണല്ലോ നീ. ഇപ്പോഴും നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു? ഞാൻ വിചാരിച്ചതിനേക്കാൾ ധൈര്യശാലിയാണ് ഹെൽഡൻ. ഈ കെട്ടിടം തന്നെ തകരാൻ പോകുമ്പോഴും ഇത്ര കൂളായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ. എന്ത് കെട്ടിടം തകരാനോ? എന്റെ കെട്ടിടമോ? സെയിം, നിനക്കെന്നെ കുറിച്ചൊന്നും അറിയില്ല. തകരുന്നത് പോയിട്ട് ഇതിന്റെ ഒരു കല്ലിളകില്ല. എന്താണിത്? ഇതെങ്ങനെ? നിങ്ങൾ ഞാൻ പിടിച്ചോ. ഇവൻ സാധാരണ കുട്ടിയല്ല. ഇവൻ അതിഭയങ്കരമായ പവറുള്ള കുട്ടിയാണ്. എ സൂപ്പർ കിഡ്. എനിക്കിവനോട് നേരിട്ട് ജയിക്കാൻ പറ്റില്ല. റോബോയെ കളത്തിലിറക്കണം. എന്താ മോനെ, വെള്ളം വേണോ? അത് കുടിച്ചിട്ട് വീണ്ടും തുടങ്ങാം. എനിക്കാണെങ്കിൽ ഈട് തുടങ്ങിയാൽ പിന്നെ അങ്ങ് നിർത്താനേ പറ്റില്ല. ഓരോ ശീലം. അധികം ഞെളിയണ്ട, നിനക്കുള്ളത് വരുന്നുണ്ട് സെയിം. ഓഹോ, നീ ആളെ ഇറക്കി കളിക്കുകയാണല്ലേ? ശരി, ഞാൻ റെഡി. റോബോ എങ്കിൽ റോബോ. കുറെ നാളായി ഒരു റോബോയുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട്. റോബോ കമാൺ, ഇവന്റെ അഹങ്കാരം തീർത്തു കൊടുക്ക. എല്ലാം തകർന്നല്ലോ. ഇവനെ ഇവിടെ കൊണ്ടുവന്നത് അബദ്ധമായി പോയി.